ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ടോപ്പ് ഇന്ത്യൻ 5 ഹിസ്റ്റോറിക്കൽ പ്ലേസസിനെ പറ്റിയിട്ടാണ്. ആദ്യമായി തന്നെ ചാർമിനാറിനെ പറ്റിയിട്ട് നമുക്ക് വീഡിയോ നോക്കാം. ചാർമിനാർ എന്നാൽ ഹൈദരാബാദിൽ നിന്നും ബ്ലോഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മക്കായി 1591 നിർമ്മിച്ചതാണ് ചാർമിനാർ. 2012 ഈ സ്മാരകം ലോക ഭൂപടത്തിൽ സ്ഥാനം നേടി. ചാർമിനാർ എന്നാൽ 4 മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം. കുത്തുബ് ഷാഫി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഫി കുത്തുബ് ആണ് ഈ സ്മാരകം സ്ഥാപിച്ചത്. ഇതിന് 4 മിനാരങ്ങളാണ് ഉള്ളത്. മിനാരത്തിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 46 മീറ്റർ 151 അടിയാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് അജന്ത ഗുഹകളെ പറ്റിയിട്ടാണ്, അതായത് അജന്ത കവീസ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ അജന്തയിൽ BCE 2-ാം നൂറ്റാണ്ട് മുതൽ AD 7-ാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിൽ പലപ്പോഴായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രങ്ങളാണ് അജന്ത ഗുഹകൾ എന്നറിയപ്പെടുന്നത്. ഈ ഗുഹയിൽ കാണുന്ന ചിത്രങ്ങളും ശില്പങ്ങളും ബുദ്ധമത കലയുടെ ചിത്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. 1983 മുതൽ അജന്ത ഗുഹകളെ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗുഹകൾ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ചരിത്രത്തിൽ ഏറ്റവും അധികം അത്ഭുതകരമായ ഗുഹകളിൽ ഒന്നായി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനമായി ചിത്രങ്ങളും ശില്പങ്ങളുമാണ് കാണപ്പെടുന്നത്. മൂന്നാമതായി നമുക്ക് ആഗ്ര ഫോർട്ട്, അതായത് ആഗ്ര കോട്ട എന്നതിനെ പറ്റി നോക്കാം. മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണി കഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. ആഗ്രയിലെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്നു. ഈ കോട്ട 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ലോകമഹാത്ഭുതമായ താജ്മഹലിൻ്റെ 2.5 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നതും ഏറ്റവും നല്ല ചരിത്രങ്ങൾ നിലനിൽക്കുന്നവയുമായ ഒരു ചെങ്കോട്ടയാണ് നമ്മുടെ ആഗ്ര കോട്ട. ഈ ആഗ്ര കോട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ചെങ്കോട്ടയായി അറിയപ്പെടുന്നുമുണ്ട്. നാലാമതായി നമ്മൾ നോക്കുന്നത് താജ്മഹലിനെ പറ്റിയിട്ടാണ്. ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണക്കായി പണി കഴിപ്പിച്ചതാണ് ഇത്. പേർഷ്യൻ, ഒട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ. ഇത് പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ 22 വർഷം എടുത്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താജ്മഹലിനെ പറ്റി എല്ലാവർക്കും അറിയാമെങ്കിലും വിശദവിവരണമായി ഇതിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് ലാസ്റ്റ് വണ്ണ് അംബർ ഫോർട്ട്, അതായത് ആംബർ കോട്ട എന്നറിയപ്പെടുന്നത്. ഇത് രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ആംബറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ കോട്ടയാണ് ആംബർ കോട്ട. ആമർ കോട്ട എന്നും ഇത് അറിയപ്പെടുന്നു. ജയ്പൂരിൽ നിന്നും 11 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ജയ്പൂരിലേക്ക് തലസ്ഥാനം മാറ്റുന്നതുവരെ ഗജപ രാജപുത്രയുടെ തലസ്ഥാനമായിരുന്നു. രാജപുത്ര മുഗൾ ശൈലികൾ സമ്മേളിക്കുന്ന തനതായ വാസ്തുകലാശൈലിക്ക് പ്രശസ്തമായ ആംബർ കോട്ട രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കോട്ടയെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ കോട്ടക്കരികിൽ മഹോധ തടാകവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആംബർ കോട്ടയുടെ പടിഞ്ഞാറ് വശം ഒരേ കോട്ടമതിലിനകത്തു തന്നെ ജയ്ഗഡ് കോട്ടയും നിലകൊള്ളുന്നു. ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. 5 ടോപ്പ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ പ്ലേസസിനെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.